ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ കറി ആൻഡ് ചാറ്റ് ബൈ മഞ്ജു. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസാണ് കേട്ടോ. നമ്മൾ സാധാ കുത്തരി വെച്ചിട്ടാണ് ഞാൻ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം നല്ല ഹെൽത്തിയുമാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഞാൻ 250 ഗ്രാം ചിക്കൻ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂണ് കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതിനുശേഷം 1/2 സ്പൂണ് സോയാ സോസ് ഒഴിക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. അത് ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോഴേക്കും കുരുമുളകൊക്കെ ഈ ചിക്കനകത്തൊന്ന് പിടിച്ച് കിട്ടും. അപ്പം ചിക്കൻ ഞാൻ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ വെജിറ്റബിൾ എടുത്തിട്ടുണ്ട്. ചെറിയ പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്, 2 ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, 1/2 സവാള ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കഴുകി ക്ലീനാക്കി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതിന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം. അതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ വെജിറ്റബിൾ ഒന്ന് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഇതേപോലെ ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കണക്ക് വെജിറ്റബിളൊക്കെ എടുക്കാം. ഇപ്പോൾ ആദ്യം ഈ ചിക്കൻ ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറം ആകുന്നിടം വരെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. പാത്രം ചൂടായി ഞാനൊരു 4 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെജിറ്റബിൾ ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. ഇനി അതിലേക്ക് എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് കോരിയെടുക്കാം. അപ്പോൾ അതേ പാത്രം തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ എണ്ണയെല്ലാം ഞാൻ മാറ്റിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്കൊരു 5 മുട്ട ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് നമുക്കൊന്ന് ചിക്കി എടുക്കണം. നമുക്ക് ബിരിയാണി റൈസ് ഇല്ലാതെ സാദാ ചോറ് വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ തന്നെ ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് ഞാൻ കുട്ടികൾക്ക് ടിഫിനായിട്ട് കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിത് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പം നല്ല ഹെൽത്തിയുമാണ്, ടേസ്റ്റിയുമാണ്. അപ്പോൾ മുട്ടയെല്ലാം പൊട്ടിച്ചൊഴിച്ച് കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയുടെ ഇതിലേക്ക് ചേർക്കാം. നമ്മൾ കുരുമുളക് പൊടിയും ഉപ്പും ഇട്ട് കൊടുത്തു. ഇനി വെന്തതിന് ശേഷം മാത്രമേ ഈ മുട്ടയൊന്ന് ചെറുതായിട്ടൊന്ന് ചിക്കി എടുക്കാൻ പാടുള്ളൂ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മുട്ട വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചിക്കിയെടുക്കാം. സാധാ കുത്തരി ചോറിനകത്ത് നമ്മൾ മുട്ടയും ചിക്കനും വെജിറ്റബിളും എല്ലാം ഇട്ടിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. ഒരുപാട് ഇട്ടങ്ങ് കുഴയ്ക്കരുത്, ചെറിയ ചെറിയ പീസായിട്ട് വേണം മുട്ട കിടക്കാനായിട്ട്. അപ്പം നമ്മൾ മുട്ടയെല്ലാം ചിക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ മുട്ട ഞാൻ ചിക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതേ പാത്രത്തിൽ തന്നെ ഞാനൊരു 3 സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിടുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത്. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിളും കൂടെ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിളൊക്കെ ഇതിനകത്ത് ഇടാവുന്നതാണ്. ഞാനിപ്പോൾ ക്യാരറ്റും ക്യാബേജും സവാള ഉള്ളി മാത്രമേ ഇടുന്നുള്ളൂ. വെജിറ്റബിൾ ഒരുപാട് അങ്ങ് വേവിക്കണ്ട കേട്ടോ. ഒരുപാട് വേവിച്ചാൽ അതിൻ്റെ ഗുണമൊക്കെ അങ്ങ് പോവും. അപ്പം ചെറുതായിട്ടൊന്ന് ആവി കയറ്റി എടുത്താൽ മതി. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം ഒന്ന് ഇളക്കണം. ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക, ഒരു 2 മിനിറ്റ്. അപ്പം വെന്തിട്ടുണ്ട് കേട്ടോ. നമുക്കിനി ഒന്ന് ഇളക്കാം. ഇളക്കിയ ശേഷം നമുക്കിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ചിക്കി വെച്ചിരിക്കുന്ന മുട്ടയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് 1/2 സ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്.
ഈ 1 സ്പൂണ് സോയാ സോസും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് സ്പ്രിംഗ് ഒനിയനും മല്ലിയിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാനിത് സാധാ രീതിയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ ഇതൊന്നും ഇടാത്തത്. ഇനി നമുക്ക് സാധാ ചോറുണ്ടല്ലോ വേവിച്ചെടുക്കുന്നത്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാകുമ്പോൾ എല്ലാ വിറ്റാമിൻസും ഉണ്ട്, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാം. നമ്മളിനി വേറെ കറികളൊന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ട. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്യാം. ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ കേട്ടോ. ചോറ് കുഴഞ്ഞു പോകരുത്. ലാസ്റ്റ് നമുക്കൊരു പുളിക്ക് വേണ്ടി 1 നാരങ്ങയുടെ നീരൊഴിച്ച് കൊടുക്കുക. നാരങ്ങ ഇല്ലെങ്കിൽ വിനീഗർ ആയാലും മതി. ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പം നമ്മുടെ സാദാ ചോറ് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റിയാലോ. സാദാ ചോറ് വെച്ചിട്ടുള്ള ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്, ഹെൽത്തിയുമാണ്. അപ്പോൾ എല്ലാ വിറ്റാമിൻസും ഉണ്ട്. വെജിറ്റബിളും മുട്ടയും പിന്നെ ചിക്കനും ഒക്കെ ഉണ്ട്. അപ്പം കുട്ടികൾക്കെല്ലാം ഇതിൽ കിട്ടും വിറ്റാമിൻസ്. അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കി നോക്കിയിട്ട് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻസ് ഒക്കെ ചെയ്യുക. അപ്പോൾ ഇനി ഞാൻ വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബായ്.